ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അതിനോടൊപ്പം തന്നെ ഇത് ഇന്നും നാളെയും വരാനിരിക്കുന്ന വിശേഷമല്ല, അപ്കമിങ് വിശേഷമാണ്. ഇനി വരാനിരിക്കുന്ന കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് വരാനിരിക്കുന്ന വിശേഷമാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഇടുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം, പറഞ്ഞ് ബോറാക്കുന്നില്ല. ഏതായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ നയനയും ദേവയാനിയും ഒന്നിക്കുകയും ഇതിനിടയിൽ ഇടങ്കോലിടാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അനാമിക ഇവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അനാമിക മാത്രമല്ല, ജലജയും ഒക്കെയുണ്ട്. അതിനിടയിൽ നമ്മുടെ ജാനകി സത്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പ് കണ്ടവരാണെങ്കിൽ അവർക്കറിയാം. ഇനിയിപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ജാനകിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ അവസാനിച്ചു. അപ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് പൊക്കോണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു വലിയൊരു പ്രശ്നം വന്ന് ചേരുന്നത്. അതാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. സഖി കെട്ട നമ്മുടെ അനി എന്താണ് ഡിവോഴ്സിന് കൊണ്ട് പെറ്റീഷൻ കൊടുക്കുകയും അനാമികയുടെ വീട്ടിലേക്ക് ഡിവോഴ്സ് നോട്ടീസ് എത്തുകയും അതുപ്രകാരം അനന്തപുരി തറവാട്ടിലേക്ക് വേണുവും രേവതിയും വരികയും ഒക്കെ ചെയ്യുന്നു. ഇത് അനാമിക മോൾ അറിയാൻ പാടില്ല. ഇതെങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒതുക്കി തീർക്കണമെന്ന് നമ്മുടെ മൂർത്തിയോട് ആവശ്യപ്പെട്ടു. ഏതായാലും മൂർത്തിയൊക്കെ വിചാരിച്ചിരിക്കുന്നത് അനാമിക ഗർഭിണിയാണെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ മൂർത്തിയും വസന്തര മുത്തശ്ശിയും ഒക്കെ ചേർന്ന് വീണ്ടും അനീനെ ബ്രെയിൻ വാഷ് ചെയ്യുകയും, മോനെ നീ ഇങ്ങനെ ചെയ്യരുത്, നമ്മുടെ കുടുംബത്തിന് നീ ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്, എങ്ങനെയെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചേ പറ്റൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആകെപ്പാടെ സമനില തെറ്റി വീണ്ടും അനീനെ കാണാൻ പോവുകയും അനിയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ദേവയാനി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പം ദേവയാനിക്ക് വേറൊന്നുമല്ല, ദേവയാനിയുടെ തീരുമാനം എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ദേവയാനി എടുക്കുന്നത്. അപ്പം ദേവയാനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ അനാമിക കള്ളഗർഭമായിട്ട് നടക്കുന്നെന്ന് ഒരു ചെറിയ സംശയമുണ്ട് നമ്മുടെ ദേവയാനിക്ക്. അപ്പം ദേവയാനി ആ ഒരു സംശയം ഒരു പരിധിയിൽ കൂടുതൽ ആ ഒരു ഇത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവള് കള്ളഗർഭം തന്നെയാണ് കൊണ്ട് നടക്കുന്നത് എന്ന്. പക്ഷെ പോട്ടെ, സാരമില്ല, മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും വിഷമം ഉണ്ടാകണ്ട. ഇനി ഒരു ഷോക്കും കൂടെ മുത്തശ്ശനെ താങ്ങാനുള്ള മാനസികാവസ്ഥയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ദേവയാനിയും പലതും മാറ്റി വെച്ച് കൊണ്ടുപോയത്. പക്ഷെ ഇതുപോലെ ദുഷ്ടത്തരവും എന്താ പറയുക, കുനുപ്പുത്തരവും കാണിക്കുന്ന നമ്മുടെ അനാമികയെ ഇനി അവിടെ ഒത്തിരി നാൾ വെച്ച് പൊറുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ദേവയാനി എടുക്കുന്ന ഒരു തീരുമാനമാണിത്. വേറെ ഒന്നുമല്ല, ഈ ഡിവോഴ്സുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെ ദേവയാനി തീരുമാനിക്കുകയാണ്. ഏതായാലും അനാമികയുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണും അല്ല അനന്തപുരി തറവാട്ടിലേക്ക് കടന്നു വരേണ്ടത്. അനന്തപുരി തറവാട്ടിലേക്ക് കടന്നു വരാൻ എന്തുകൊണ്ടും അർഹതപ്പെട്ട പെണ്ണ് നന്ദുവാണ്. നന്ദു വന്നാൽ മാത്രമേ അനിയുടെ ജീവിതം സേഫ് ആവുകയുള്ളൂ, അനിക്ക് സമാധാനമായൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്ന ആ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ദേവയാനിക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ദേവയാനി സംസാരിക്കുകയാണ് ജയനോട്. എൻ്റെ തീരുമാനം ഇത് തന്നെയാണ്. അച്ഛനും അമ്മയും എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയും എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കിക്കണം, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല. അനാമിക എന്ന വിഷവിത്ത് ഈ വീട്ടിൽ ഉള്ളിടത്തോളം കാലം ഒരാൾക്കും സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ല. ഒരു പരിധിയിൽ കൂടുതൽ ജലജ ഒത്തിരി വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം ജലജയുടെ ഹസ്ബൻഡ് അവിടെ വന്നിട്ടുണ്ട്. അപ്പം ജലജ ഒത്തിരി വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. ജലജയുടെ ഹസ്ബൻഡ് ഒരു കോടീശ്വരൻ തന്നെയാണ് കേട്ടോ. പുള്ളിക്കാരൻ ഇങ്ങനെ ജലജേനെ ഇട്ടിട്ട് പോയത് ജലജയുടെ ഈ വക കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. പക്ഷേ ജലജ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നല്ലോ. ജലജയുടെ ഹസ്ബൻഡ് ദേവൻ ഭയങ്കരമായിട്ടും ഭയങ്കര ക്രൂരനാണ്, കഞ്ചാവടിക്കാരനാണ്, പെണ്ണുപിടി, അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മുടെ നയനയാണല്ലോ മാറ്റിക്കൊടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെ ജലജയ്ക്ക് ഇനിയിപ്പോൾ ഒരു കടിഞ്ഞാണായി. നമ്മുടെ ജലജയ്ക്ക് ഇപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയും ആയിപ്പോയി. അതുപോലെ തന്നെ നമ്മുടെ അനാമികയെ ഒതുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പം അനാമിക ഒതുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ അനാമികേനെ തൂത്തു തുടച്ച് അനന്തപുരി തറവാട്ടിൽ നിന്ന് വെളിയിലേക്ക് തന്നെ കളയണം. അപ്പം ആ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട്
മുന്നോട്ടേക്ക് പോകാൻ ജയനോട് ഇങ്ങനെ ദേവയാനി പറഞ്ഞു. ഏതായാലും ജയൻ സമ്മതിക്കുന്നില്ല. ദേവയാനിയോട് പറയുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കുടുംബത്തിന് ഇതൊരു ചീത്തപ്പേരായിട്ട് മാറും. ഇതുവരെ ഡിവോഴ്സും അങ്ങനെയൊന്നും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. അതുമല്ല, ഒരു പെണ്ണിന്റെ ശാപം നമ്മുടെ കുടുംബത്തിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് ഇനി വേറൊരു ജീവിതം ഉണ്ടാകുമോ? അപ്പൊ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഫാൾട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദേവയാനി എല്ലാം കണ്ണടച്ച് പോകാൻ നമുക്ക് പതിയെ പതിയെ മാറുമായിരിക്കാം, നമ്മുടെ അനാമിക മാറുമായിരിക്കാം. അവൾ ഒരു കാര്യം ചെയ്യണം, അവളുടെ വീട്ടിലേക്ക് വിടാതെ ഇരിക്കുക. അനാമികയുടെ അച്ഛനും അമ്മയുമാണ് ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടീനെ വഴി തെറ്റിച്ച രണ്ടു വ്യക്തികൾ. അപ്പം അച്ഛനും അമ്മയുമായിട്ട് ഒരു ബന്ധവും സ്ഥാപിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ദേവയാനി പറയുന്നത് അതൊന്നും പറ്റില്ല. കാരണം അവൾ ഇവിടെ എത്രത്തോളം കാലം നിൽക്കുന്നു അത്രത്തോളം ഓരോ വർഷം അനിയുടെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ ആദർശമോൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് അനി എന്ന് പറയുന്ന ഒരാളും. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതം നന്നായിട്ട് പോകുക, അവൻ നല്ലതുപോലെ ജീവിക്കുന്ന കാണുക. അവൻ ഇത് കാണുന്നില്ലേ? ആദർശ് നയനിയും ഒരുമിച്ച് ജീവിക്കുന്നു. ഇപ്പൊ അഭിയും നവ്യയും ഒത്തിരി അവര് നല്ലപോലെ അല്ലെങ്കിൽ പോലും അഭിക്ക് ഒരു കടിഞ്ഞാൻ വീണ് കഴിഞ്ഞു അഭിയുടെ അച്ഛൻ വന്നതോടുകൂടി. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം അത്യാവശ്യം സേഫ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പൊ ഈ നിലയ്ക്ക് ഒരിക്കലും അനി മാത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ അവന് എന്തുമാത്രം വിഷമം ഉണ്ടാവുന്നോന്ന് അറിയുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഏതായാലും ആദർശും ഇത് കേട്ടുകൊണ്ട് വരികയാണ്. അപ്പൊ ആദർശിനോടും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനിയുടെ ജീവിതത്തിന് തന്നെയാണ് ദോഷം ഉണ്ടാവുന്നത്. ഒന്നാമത് അവളൊരു പ്രഗ്നന്റ് ആയ കുട്ടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പെണ്ണിന്റെ ഈ ജീവിതം തകർക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവയാനി ആ സത്യം വെളിപ്പെടുത്തുന്നത്. എന്ത് ഗർഭിണി? ആരാ ഗർഭിണി? അവള് ഗർഭിണിയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അവള് പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലേ? അവൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്ത് പ്രൂഫാണ് ഉള്ളത് അവള് ഗർഭിണിയാണെന്ന് പറയാന്? അനി പറഞ്ഞോ അവള് ഗർഭിണിയാണെന്ന്? ചിലപ്പോൾ അനി പറഞ്ഞു കാണും. കാരണം അവക്ക് ഇതല്ല, ഇതിനപ്പുറം ബുദ്ധികളുണ്ട്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ ഒരു സംഭവം നടന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അത് നവ്യാണ് അറിഞ്ഞത്. ഒരു വശീകരണ പൊടിയോ എന്തോ ഒരു പൊടിയാന്ന് പറഞ്ഞ് വേണു കൊണ്ടുവന്ന് അനാമികയ്ക്ക് ഒരു പൊടി കൊടുക്കുകയും അത് അനി കുടിക്കുന്ന പാലിലിടാൻ നോക്കിയതാണ്. പക്ഷെ അത് നമ്മുടെ നവ്യ കണ്ട് നവ്യ അത് അഭിക്ക് കൊടുക്കുകയും അങ്ങനെയാണ് അവർ തമ്മിലുള്ള സ്നേഹമൊക്കെ ഉണ്ടായത്. അവിടെ ഈ ഒരു സമയത്ത് ഒന്ന് ഓർത്തു നോക്കിയാൽ അത് കൊടുക്കുന്നത് അനിക്കാണ് എങ്കിൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവൾ എന്തിനാണ് അതൊക്കെ ചെയ്തത്? അപ്പൊ ഇവൾക്ക് പ്രഗ്നന്റ് ആകണം. അപ്പൊ ഇവള് പ്രഗ്നന്റ് ആണോ? അപ്പൊ ഇവള് പ്രഗ്നന്റ് അല്ലല്ലോ. വശീകരണപ്പൊടി കലർത്തി അങ്ങനെ ഒരു പുരുഷനെ മയക്കി കിടത്തണമെങ്കിൽ ആ പെണ്ണിന്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവൾ ഇനി ഇവിടെ അധികം നാൾ വെച്ച് പൊറപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഒരു കാര്യം. എനിക്ക് വിഷം തന്നത് അത് ആരാണെന്ന് ഇവിടെ ആർക്കും അറിയില്ല. എനിക്ക് വിഷം തന്നതല്ല, നവ്യമോൾക്ക് വിഷം കൊടുത്തത് അത് ആരാണെന്ന് ഇവിടെ ആർക്കും അറിയില്ല. പക്ഷെ അതിന് പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നവ്യ അത് ആരോടും പറയാത്തത്. നവ്യ അത് കേട്ടതാണ്, കണ്ടതാണ്. അതുകൊണ്ട് നവ്യ അത് എന്നോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് വിഷം പാലിൽ കലർത്തി തന്നത് അത് അവളും അവളുടെ അച്ഛനും അമ്മയും കൂടി ചേർന്നാണ്. എത്ര നാള് ഈ പരിപാടി ഇവിടെ തുടർന്നു പോകും? ഇവിടെ ഓരോരുത്തരുടെ ജീവൻ ആര് വില കൽപ്പിക്കുന്നു? ഇവിടെ ജീവൻ എന്ത് പ്രാധാന്യം ഇരിക്കുന്നു? അവരെന്തെങ്കിലും തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ തന്നെ അത് മറ്റൊരാൾക്ക് സംഭവിക്കില്ലേ? അത് പോട്ടെ, എനിക്കായത് കൊണ്ട് തന്നെ എൻ്റെ കരള് പോയതേ ഉള്ളൂ. എൻ്റെ കരള് പോയി, എന്തോ ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് കരള് തിരിച്ചു കിട്ടി. എനിക്ക് കരൾ എൻ്റെ മരുമകൾ തന്നു. പക്ഷെ അവിടെ ഒന്ന് ഓർത്തു നോക്കുക, നവ്യയുടെ കുഞ്ഞാണ് ആ സ്ഥാനത്ത് പോകുന്നതെങ്കിൽ ആ കുഞ്ഞിനെ പകരം കൊടുക്കാൻ ആർക്കെങ്കിലും കഴിയുമായിരുന്നു? ഏറ്റവും വലിയൊരു മഹാപാവമായി പോവില്ലേ? നമ്മുടെ കുടുംബത്തിന്റെ കുഞ്ഞല്ലേ അത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ ജയനും ആദർശനും സത്യങ്ങളൊക്കെ സത്യം പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാകുന്നത്. ഇത് കേട്ടതും ദേവയാനി നീ പറയുന്ന സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ജയേട്ടൻ ഞാൻ പറയുന്ന സത്യങ്ങളാണ്. എനിക്ക് കള്ളം പറഞ്ഞിട്ടൊന്നും കിട്ടാനില്ലല്ലോ. ഞാൻ അനാമികയെ ഏറെ സ്നേഹിച്ച കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അവൾ ഈ വീട്ടിൽ തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഈ വീട്ടിൽ തുപ്പുന്നത് വിഷം മാത്രമായിരിക്കും. ആ വിഷം ശ്വസിച്ച് നമ്മൾ എല്ലാവരും മരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ എടുത്ത ഈ തീരുമാനം അച്ഛനെ അമ്മയും പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം എന്ന് പറയുകയാണ്. അപ്പൊ ഇതെല്ലാം ഒളിഞ്ഞു മാറി നിന്ന് നമ്മുടെ അനാമിക കേൾക്കാണ് കേട്ടോ. അപ്പൊ അനാമികയ്ക്ക് മനസ്സിലായി ഏതായാലും ദേവയാനി സത്യങ്ങളൊക്കെ അറിഞ്ഞു. ആദർശിനോടും ജയനോടും പറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത് എന്തെങ്കിലും കളി കളിച്ചില്ലെങ്കിൽ അവിടെ നമ്മുടെ അനാമികയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അനാമിക ഈ വിവരം നേരെ വേണുവിനോടും
രേവതിയോടും ചെന്ന് വിളിച്ച് പറയാണ്, അമ്മ അച്ഛ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മിക്കവാറും എന്നെ ഇവിടുന്ന് വെളിയിലാക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണു പറഞ്ഞു, അതെങ്ങനെ ശരിയാവും മോള്, നമുക്ക് ഇനി എത്ര ലക്ഷങ്ങൾ എത്ര കോടികളോ കടം കിടക്കാൻ കിടക്കണത്, അതുമാത്രമല്ല നമുക്കൊരു വീടുണ്ടോ ഒരു കാറുണ്ടോ, അപ്പം അതുകൊണ്ട് ഒരിക്കലും മോള് ഇതൊന്നും പറയുന്നത് കേട്ട് വീടരുത്, ഏതായാലും മോളവിടെ നിൽക്കുക, അച്ഛനും അമ്മയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്തെങ്കിലും പ്രശ്നം കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് വരാം, ഏതായാലും ഇതിൻ്റെ പുറത്ത് വേറൊരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാവരും മറന്നു പൊക്കോളും, അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യ്, മോള് പതിയെ വല്ലതും ഇങ്ങോട്ടേക്ക് പോരെ, ഇങ്ങോട്ടേക്ക് പോന്നിട്ട് മോള് തിരിച്ചു പോയി കഴിയുമ്പോഴത്തേക്കും അബോർഷനായി പോയി എന്നിങ്ങനെ പറഞ്ഞാൽ മതി, അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം, അത് പൈസ കൊടുത്തിട്ടാണെങ്കിലും ഉണ്ടാക്കാം, മോള് പോരുമ്പം അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും എടുത്തുകൊണ്ട് കാര്യമായിട്ട് വരണം, കാരണം അച്ഛൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, ഇപ്പോൾ ഡോക്ടർക്കൊക്കെ കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോരണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അനാമിക ആ വീട്ടിൽ നിന്നും എന്തൊക്കെയോ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ, സ്വർണം തന്നെയാണല്ലോ ആ വീട്ടിലുള്ളത്, അപ്പോൾ ആ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ അടിച്ചു മാറ്റിക്കൊണ്ട് വേണുവിൻ്റെ അടുത്ത് പോവുകയും നമ്മുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് ഈ വാർത്ത എത്തുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അപ്പോൾ അവിടെ ഏതോ ഒരു ക്ലിനിക്കിലാണ് കേട്ടോ അഡ്മിറ്റ് ആയേക്കുന്നത്, അതായത് നമ്മുടെ വേണുവിൻ്റെയും രേവതിയുടെയും ആ ഒരു ഭാഗത്ത് അവരുടെ വീട്ടിൻ്റെ ഭാഗത്ത് ഒരു ക്ലിനിക്കിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്, കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്, ഫോൺ കോൾ വിളിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിക്ക് ഒരു ചെറിയ സംശയം ഉണ്ടല്ലോ, ഇപ്പം ഈ കുഞ്ഞുണ്ടോ ഇല്ലോ എന്ന് ചെറിയൊരു സംശയം മാത്രമാണ് അത്, പക്ഷെ അതിനും പ്രൂഫുകളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും അത് മുത്തച്ഛനും മുത്തശ്ശിയും അറിയുന്നു, ഇവർ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെയെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്, വേണു പൈസയൊക്കെ കൊടുത്തിട്ട് ഒരു ചെറിയൊരു ക്ലിനിക്ക് തന്നെയാണ്. അപ്പം ആ ഡോക്ടറിന് കൈക്കൂലി കൊടുത്തിട്ട് അബോർഷനായി പോയി എന്നിങ്ങനെ പറയണം, എൻ്റെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതമാണെന്നൊക്കെ പറഞ്ഞ് ആ ഡോക്ടറെ എന്തോ സെൻറ്റിമെൻറ്റിലൊക്കെ കാണിച്ച് അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡോക്ടറിനും ഈ കുട്ടിക്ക് അബോർഷനായി പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ കുട്ടിക്ക് ഇനിയിപ്പം കുട്ടികൾ ഉണ്ടാകും, പക്ഷെ അബോർഷനായി പോയതാണ് എന്നൊക്കെ പറഞ്ഞ് എന്താ കളിയൊക്കെ കളിക്കുകയാണ്. ഇനി അത് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നറിയാം, കാരണം ഇതിനിടയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഗർഭിണിയാണോ എന്ന് ഡോക്ടർ ആരെങ്കിലും വീട്ടിൽ ചെക്കപ്പിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളം തോണ്ടൂലേ, അപ്പം അതുകൊണ്ടാണ് നമ്മുടെ വേണു ഈ ഒരു കളിയൊക്കെ കളിച്ചത്. അപ്പം ഇവയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ വേണുവിൻ്റെയും അനാമികയുടെയും രേവതിയുടെയും കള്ളത്തരങ്ങൾ പൊടി പൊടിച്ച് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഉടനെ ഒന്നും ഇവർ കണ്ടുപിടിക്കുകയും ഉടനെ ഒന്നും നമ്മുടെ അനാമിക അനന്തപുരി തറവാട്ടിൽ നിന്ന് പോകാൻ പോകുന്നില്ല. കാരണം ഒരു നല്ലൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് നമ്മുടെ അനാമിക. അപ്പം അനാമികേനെ അനന്തപുരി തറവാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഥയില്ലാതായി പോകുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അനാമിക കുറേ നാളിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജലജയ്ക്കൊക്കെ പരമാവധി ചെയ്യാൻ പറ്റുന്നതൊക്കെ ജലജയും ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞതുപോലെ ജലജയുടെ ഭർത്താവ് വന്നതുകൊണ്ട് തന്നെ കുറച്ച് കടിഞ്ഞാണ് ഇട്ടിരിക്കുകയാണ് നമ്മുടെ ജലജയെ. അപ്പം ജലജയ്ക്ക് ഒത്തിരി അങ്ങോട്ട് എന്താ പറയുക, നമ്മുടെ നയനയോ നവ്യേനെയോ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ജലജയുടെ ഭർത്താവ് നമ്മുടെ നയനയും നവ്യയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്വഭാവത്തിനുടമയായൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ നിയന്ത്രണത്തിൽ ജലജ നിൽക്കുന്നത് കൊണ്ട് ജലജയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഇനിയിപ്പോൾ ആ പുള്ളിക്കാരനെ കൊല്ലാൻ നോക്കുവോ, ഇനിയിപ്പോൾ ആ പുള്ളിക്കാരനെ എന്ത് ചെയ്യുന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഞാനിപ്പോൾ പറഞ്ഞത് ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഇന്നോ നാളെയോ വരാനിരിക്കുന്ന വിശേഷമല്ല, അത് നമ്മൾ മെയിൻ ചാനലിലാണ് ഇടുന്നത്. അപ്പം ആ ചാനൽ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇട്ടേക്കാം ചാനലിൻ്റെ പേരെന്താണെന്ന് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. ഇനിയും കിടിലം വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. നമ്മുടെ കഥ നന്നായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കഥയിൽ നന്ദു നല്ല കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ച് നമ്മുടെ നന്ദു നാളെ ജയിലിൽ നിന്നല്ല കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ പോലീസ് ക്യാമ്പിലേക്ക് പോകും. തിരിച്ചു വരുന്നത് പോലീസ് യൂണിഫോം ഇട്ടാണ്. അതൊക്കെ ഒരു 1.5 മാസ് എൻട്രിയാണ് നമ്മുടെ പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് നമ്മുടെ നന്ദു വരുന്നത്. നന്ദു വന്നത് ഈ ബോബൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് നന്ദുവിന് ചേരുകയും ചെയ്യട്ടെ ഈ പോലീസ് യൂണിഫോം ഒക്കെ. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പം അടുത്ത വിശേഷം ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.